ഞാൻ എഴുതിയ പ്രണയ കവിത മോഹൻലാൽ ചിത്രത്തിൽ മരണഗാനമായി. ഞാൻ പോലും അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നോവലിസ്റ്റ്, ചലച്ചിത്ര ഗാന രചയിതാവ്, കവി എന്നീ നിലകളിൽ കഴിവ് തെളിയിച്ച ആളാണ് റഫീഖ് അഹമ്മദ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് പുരസ്കാരവും മികച്ച ഗാനരചയിതാവിനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അനവധി മികച്ച മലയാള സിനിമയുടെ വരികൾ റഫീഖ് അഹമ്മദിൻ്റേതാണ്. സ്പിരിറ്റ് എന്ന സിനിമയിലെ മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണോ എന്ന ഗാനത്തിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു റഫീഖ് അഹമ്മദ്. തൻ്റെ ആ ഗാനം മരണത്തെക്കുറിച്ചുള്ളതാണെന്ന് വ്യാപകമായി അംഗീകരിക്കപ്പെട്ടെങ്കിലും യാഥാർത്ഥ്യം അതല്ലെന്ന് റഫീഖ് അഹമ്മദ് പറയുന്നു. സ്പിരിറ്റ് എന്ന സിനിമയ്ക്ക് മുമ്പ് എഴുതിയതാണെന്നും പ്രണയമാണ് ആ ഗാനത്തിൽ വിഷയമെന്നും റഫീഖ് അഹമ്മദ് പറയുന്നു. എന്നാൽ സിനിമയുടെ സന്ദർഭം കാരണം ആ മരണത്തെക്കുറിച്ചുള്ള ഗാനമാണെന്നും താൻ പോലും അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തീവ്രമായ പ്രണയം ആവിഷ്കരിക്കാൻ ശ്രമിച്ച കവിതയെ മറ്റൊരു തരത്തിൽ കേൾക്കുന്നതിന് കുഴപ്പമില്ലെന്നും ഓരോ കവിതയ്ക്കും വായനക്കാരനും കേൾവിക്കാരനും ഇഷ്ടമുള്ള വിധം വ്യാഖ്യാനിക്കാമെന്നും അദ്ദേഹം പറയുന്നു. മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ എന്ന സ്പിരിറ്റ് സിനിമയിലെ ഗാനം എൻ്റെ മരണത്തെക്കുറിച്ചുള്ളതാണെന്ന് എല്ലാവരും കരുതുന്നു. എന്നാൽ ഈ ഗാനം മരണത്തെക്കുറിച്ചുള്ളതല്ല, പ്രണയത്തെക്കുറിച്ച് മാത്രമുള്ളതാണ്. ഞാൻ അത് സ്പിരിറ്റ് എന്ന സിനിമയ്ക്ക് എത്രയോ മുമ്പ് എഴുതിയ പാട്ടാണ്. ഞാൻ പോലും അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. തീവ്രമായ പ്രണയം ആവിഷ്കരിക്കാൻ ശ്രമിച്ച കവിത മറ്റൊരു തരത്തിൽ കേൾക്കുന്നതിൽ കുഴപ്പമില്ല. ഓരോ കവിതയും വായനക്കാരനും കേൾവിക്കാരനും ഇഷ്ടമുള്ള വിധം വ്യാഖ്യാനിക്കാം, റഫീഖ് അഹമ്മദ് പറയുന്നു.